46, 1.7, 7.6, 2.1, 9.6, 7.7, 1.5. ലക്ഷം രൂപ കിട്ടി. കിട്ടി. എടാ അത് നീ എന്നോടല്ല ചോദിക്കണ്ട, നീ കണ്ണാടി എടുത്ത് വെച്ചിട്ട് കണ്ണാടി മുമ്പിൽ ചെന്നിരുന്നോണ്ട് പറയുക എത്ര ലക്ഷം കിട്ടി, എത്ര ലക്ഷം രൂപ എണ്ണി മേടിച്ചെന്ന്. കണ്ട പെണ്ണുങ്ങളെ വിറ്റ് തിന്ന കാശ്. അതായത് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റീച്ച്, ആരാ കൂടെ നിന്ന വ്യക്തി പറഞ്ഞല്ലോ, രേണുസുതി അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ റീച്ചോട് റീച്ചേഷൻ ഒക്കെ ഒരു ഓഡിയോ കയ്യിലിരിപ്പുണ്ടെന്ന്. കാരണം അവർ ഇത്രയും കിടന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവർക്ക് വേറൊരാൾ കൊടുക്കുന്ന വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് ആ വോയിസ് റെക്കോർഡിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല പോലീസിൽ പരാതി കൊടുത്തു, കോടതിയിൽ പല കേസ് നിൽക്കുന്നുണ്ടാണ്. ഞാൻ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പിൽ പറയാത്തത്. ഫോണിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാള്, ആളെ പക്ഷെ ഇപ്പോഴൊന്നും പറയത്തില്ല, പക്ഷെ ഞങ്ങൾ പറയും കേട്ടോ. പക്ഷെ എല്ലാ കാര്യത്തിനും സൂചിച്ചേട്ടന്റെ ആത്മാവ് കൂടുള്ളത് കൊണ്ടായിരിക്കും ഇത്രയും സന്തോഷത്തോടു കൂടി നടക്കാനും ചെയ്യാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ എനിക്കെതിരെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നേ, ഇവരൊക്കെ കൂടി ചേർന്ന് ആലോചിച്ച്. അതായത് രേണുസുതി എന്ന് പറഞ്ഞാൽ സജീന എന്ന് പറഞ്ഞാൽ രേണുസുതി. കാരണം രേണുസുതിയോട് ചോദിച്ച് മനസ്സിലാക്കി അഭിപ്രായം തേടി നിർദ്ദേശങ്ങൾ മേടിച്ചതിന് ശേഷം മാത്രമാണ് സജീനയുടെ അക്കൗണ്ടിന് അതൊരു വീഡിയോ ഇടുന്നത്, ആർക്കെങ്കിലും എതിരെ ഉള്ളത്. കാരണം രേണുവിന് എന്തൊക്കെ പറയാനുണ്ടോ ആ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് ലഘൂകരിച്ച് പറയാൻ പറ്റുന്ന മാന്യമായ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് ചേച്ചിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടായിരിക്കാം 4, 3, 7 പേരെങ്കിലും ആ വീഡിയോ കാണാനായിട്ടുള്ളത്, ഒന്നാമത്തെ കാര്യം. പിന്നെ ചേച്ചിയുടെ അവകാശ പ്രകാരം ചേച്ചി പറയുന്നത് നമ്മുടെ എല്ലാം വീഡിയോ കാണുന്നത് അടുക്കള രഹസ്യം അല്ലെങ്കിൽ കുളിമുറി നടക്കുന്ന എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നത്. ചേച്ചിയുടെ വീഡിയോസ് കാണുന്നത് ആ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അറിയാനും കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്നവർ മാത്രമാണ് കാണുന്നുള്ള കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 99.9999% ആൾക്കാരും ഇതുപോലുള്ള രഹസ്യങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നായിരിക്കും ചേച്ചി പറഞ്ഞു വരുന്നത്. കാരണം ആ ഒരു വ്യൂസിന്റെ റേഷ്യോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ചേച്ചി പറയുന്നതിന്റെ ആ ഒരു ഔചിത്യം എത്രത്തോളം ഉള്ളെന്നൊരു കാര്യമായി. ആദ്യമേ നമ്മൾ പറഞ്ഞ കാര്യം ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം, അതായത് രേണുസുതിയുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് കൺഫേം ആണ്. അതറിയത്തില്ലെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇന്നത്തെ ഷൂട്ട് നമ്മുടെ സജന ചേച്ചിയുടെ ഷൂട്ടാണ്. എനിക്ക് എത്ര തിരക്കാണെങ്കിലും എന്റെ ചേച്ചിയുടെ ഷൂട്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം എത്രയൊക്കെ വ്ളോഗേഴ്സ് എനിക്കെതിരെ നെഗറ്റീവ് പറഞ്ഞാൽ ഞാനൊന്നും പറയണ്ട. ചേച്ചി വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ അറിയുന്നത് രേണു ഇന്ന പോലാണ്. അപ്പം എന്നോട് അതിന് മുന്നേ ഒരു വാക്ക് ചോദിക്കും ചേച്ചി. ഞാനിപ്പോ തിരക്കായിരിക്കും. അപ്പം ചേച്ചി ചോദിക്കും, എടി ഞാനൊരു വീഡിയോ ഇടാം. അപ്പൊ ഞാനിത് പിന്നെ ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഈ വോയിസ് കേൾക്കുന്ന ചേച്ചിയുടെ. അത്രയ്ക്കും നമ്മുടെ അടുത്ത് സപ്പോർട്ട് നിൽക്കുന്ന ചേച്ചിയാണ്. അപ്പം എന്തായാലും കണ്ടില്ലേ, അപ്പൊ നിർദ്ദേശങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചതിന് ശേഷമാണ് ചേച്ചി ഓരോരുത്തർക്കെതിരെ വീഡിയോ ഇട്ട് മുന്നിലോട്ടൊക്കെ വരുന്നത്. എന്തായാലും കൊള്ളാം, എനിക്കെതിരെ വീഡിയോ ഇട്ടേക്കുന്നത് കൊള്ളാം. അത് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. അതിനുശേഷം പ്രോപ്പർട്ടി കൊടുത്ത പള്ളിയിലച്ഛനെ വിളിക്കുന്ന അപരാധങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ അച്ഛനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു കോൾ റെക്കോർഡിംഗ് ഒക്കെ എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചെടുത്തിട്ട് അതൊരു വീഡിയോ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടേ ഒരു വജ്രായുധം, ഞങ്ങളുടെ കയ്യിൽ മറ്റേ അമേരിക്കയൊക്കെ പറയില്ല ഞങ്ങളുടെ കയ്യിൽ ഏറ്റവും വലിയൊരു സാധനമുണ്ട് രാജ്യത്തെ അങ്ങ് ഇല്ലായ്മ ചെയ്യാനുള്ള, അതുപോലെ അതും പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു സാധനം എന്തുവാന്നുള്ളത് ആ വോയിസ് ക്ലിപ്പ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ, കയ്യിലിരിക്കുക എന്തുവാന്ന്. അപ്പൊ നമുക്ക് ആദ്യം എനിക്കെതിരെ ഒന്ന് റിയാക്ട് ചെയ്തല്ലോ. ഞാൻ ഞെട്ടിപ്പോയി, കുട്ടിമാമ, ഞാൻ ഞെട്ടി മാമ. ആ അവസ്ഥയല്ല ഞാൻ ആ വീഡിയോ കണ്ടത്. എനിക്ക് തിരിച്ച് പറയാൻ ഒരു വാക്കുകൾ പോലും ഇല്ലാത്ത രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിന് അതിനകത്ത് തമാശ എന്താണ് സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. തമാശ രൂപേണ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അത് എന്ത് പറ്റി? അത് വിവരം കൂടിപ്പോയതുകൊണ്ടാണോ വിവരം കുറഞ്ഞു പോയതുകൊണ്ടാണോ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. രേണുസുതി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റീച്ച്, ആരാ കൂടെ നിന്ന വ്യക്തി പറഞ്ഞല്ലോ, രേണുസുതി അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ റീച്ചോട് റീച്ചേഷൻ ഒക്കെ നോക്കാം. ഇത് നമ്മുടെ ചേച്ചിയുടെ ചാനലാ. നിങ്ങൾ കണ്ടല്ലോ, ഈ ചാനലിനകത്ത് ചേച്ചിയുടെ ഉള്ള വീഡിയോസ് നമുക്ക് നോക്കാം. അത് രേണുസുതി എന്ന് പറഞ്ഞൊരു സാധനമാണല്ലോ ചേച്ചിയുടെ കോണ്ടന്റ്. അപ്പോഴത്തേക്ക് റീച്ച് ആണല്ലോ, മുട്ടക്കാട്ട റീച്ച്, ലക്ഷങ്ങള്. എല്ലാ മാസവും 3.5 ലക്ഷം രൂപ വെച്ച് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചാനലും ചേച്ചിയാണെന്നാണ് ചേച്ചിയുടെ. അതെ, എൻ്റെ വീഡിയോയും നിൻ്റെ വീഡിയോയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കമൻറ്റ് നെഗറ്റീവ് മാത്രം കൊണ്ട് ജീവിക്കുന്നവന്മാരുടെയും പോസിറ്റീവ് മാത്രം പറഞ്ഞ് വീഡിയോ ഇടുന്നതും എൻ്റെ വീഡിയോയും നിൻ്റെ വീഡിയോയും തമ്മിൽ ഒരുപാട് ഡിഫറൻ്റ് ഉണ്ട്. ആ ഒരു വ്യത്യാസത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേരളത്തിൽ ആൾക്കാരുടെ കൗണ്ടൊന്നും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ വ്യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പത്തറ്റിക്കാം. എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ട് ഏതാണ്ട് 10 ദിവസം കൊണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു 1000 പേര് തികച്ച് കണ്ടോന്ന് ചിലപ്പോൾ ഇപ്പൊ കയറി നിങ്ങളൊന്ന് നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ആർക്കും ആരുടെയും പോസിറ്റീവ് കേൾക്കണ്ട, കിടപ്പറ രഹസ്യങ്ങൾ അറിയണം. അവർ നെഗറ്റീവായിട്ട് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള നെഗറ്റീവായിട്ടുള്ളത് മാത്രം കേൾക്കാനിരിക്കുന്ന ഒരുപാട് സദാചാര അമ്മമാരും അമ്മായിമാരും ഉണ്ട്. അവരുടെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാനെന്തോ ചെയ്യുന്നത്,
ഞാനിപ്പോ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാവേ. അതായത് മറ്റുള്ളവരുടെ കിടപ്പറയിലെ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന സദാചാര വ്യക്തികളുടെ പല കാര്യങ്ങളും അറിയാനായിരിക്കും എന്ന് ആഗ്രഹം. അതായത് എന്തുവാ, രഹസ്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും നിന്നെ പോലുള്ള നിന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ. അപ്പൊ ഈ പറയുന്ന വ്യക്തികൾ എന്തുവാ, അങ്ങനെയുള്ള ഒന്നുമല്ല, അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, അവർ മറ്റേ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നടക്കുന്ന വ്യക്തികളാണെന്ന് തെളിയിക്കാനല്ലേ. എന്നാൽ രേണുസുധിയും ഒത്തൊരു വ്ളോഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു അപരാധം പറിച്ചു വിട്ടായിരുന്നു ഒരു 10-15 ദിവസം മുമ്പ്. അതിനകത്തുള്ള ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ ഒന്ന് കാണിച്ചുതരാം. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഈ അപരാധം കേൾക്കാനും അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ കുൽസിതങ്ങളൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുള്ള എത്ര പേരുണ്ടെന്നുള്ളൊരു കാര്യം. പിന്നെ ചൊറിഞ്ഞുകൊണ്ട് വരുന്നവരടുത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഒരു ആന്റണി ശ്രദ്ധിച്ച് കേട്ടോണം. ഇനി എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ചുരണ്ടിക്കൊണ്ട് വന്ന നിന്റെ ഫുൾ ബയോഡാറ്റ ഇന്നലെ എന്റെ കയ്യിൽ കിട്ടി. പിന്നെ പേഴ്സണൽ കാര്യം ആയതുകൊണ്ട് എനിക്ക് അതിനകത്തോട്ട് കയറി എത്തി നോക്കാൻ താല്പര്യമില്ല. കാരണം ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നിനക്ക് ഒരു അർഹതയില്ല രേണുസുധിയെ പറയാൻ. കാരണം എന്താന്ന് സ്വയം ചിന്തിച്ചു നോക്കണം. ഞങ്ങളുമൊക്കെ ഞങ്ങൾക്കൊക്കെ ഗൾഫിൽ ആളുണ്ടേ, അവർക്കൊക്കെ കാറൊക്കെ ഉണ്ടേ. കാറൊക്കെ മേടിച്ചിട്ട് നമ്മൾ പറ്റിച്ചെങ്ങും പോയിട്ടില്ലടേ, ഞങ്ങൾ പോയിട്ടില്ലടേ. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി കേട്ടപ്പോ മനസ്സിലാക്കിയാണല്ലോ. പിന്നെ കരുവറ്റയിലൊക്കെ ഞാൻ ബാലെ കളിക്കാൻ പോയിട്ടുണ്ട്. നീ പറഞ്ഞില്ല ഞാൻ ബാലേക്കാരി അമ്മായിയാണെന്ന്. നീ തറപ്പിച്ചും പറയുന്നു ഞാൻ ബാലെ കളിച്ചിട്ടില്ലെന്ന് പറയുന്നു. നീ തറപ്പിച്ചും പറയുന്നു ഞാൻ ബാലേക്കാരി അമ്മായിയാണെന്ന്. ഞാൻ ബാലേക്ക് പോയിട്ടുണ്ട് നീ ഉറപ്പിച്ച് പറയുന്നെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും നടത്തുന്ന ബാലെ ട്രൂപ്പിലാണ് ഞാൻ വന്നിട്ടുള്ളത്. 1, 2 പിന്നെ കരുവറ്റ ഭാഗത്തുമൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അവിടുത്തെ കുറെ ആൾക്കാരെയൊക്കെ എനിക്ക് അറിയാം. പേര് പറയണോ? പറയിപ്പിക്കരുത്. സദാചാര അമ്മായിമാര് കുൽസിതം അറിയാനായിട്ട്, കിടപ്പറ രഹസ്യം അറിയാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ജനങ്ങളാണെന്ന്. അപ്പൊ ഈ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്തുമായിരിക്കും? നന്മയായിരുന്നോ? അത് അമ്പലത്തിൽ ദീപാരാധനയ്ക്ക് കൊടുക്കാനായിട്ടുള്ള നാമങ്ങളായിരുന്നോ? ഒന്ന് പോയി എഴുന്നേറ്റ്. കാണിക്കുന്നത് ഇതിലും വലിയ പരിപാടികളാണ്. എന്നിട്ട് വന്ന് കിടന്ന് മുന്നിൽ കിടന്ന് ന്യായീകരിക്കും. ഇനി ബാക്കി നോക്കാം. ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ഒരു പട്ടികൾക്കും കാണണ്ട. അന്തസ്സും അഭിമാനമുള്ള കുറച്ച് ആൾക്കാർക്ക് അത് മാത്രം കണ്ട. എന്റെ വീഡിയോ ഒരു പട്ടികൾക്ക് കാണണ്ട, അന്തസ്സും അഭിമാനം ഉള്ളവർക്ക് മാത്രം കണ്ടാൽ മതി. ആദ്യം പറയുന്നത് എന്റെ വീഡിയോ ഒരു പട്ടികൾക്ക് കാണണ്ട, പിന്നെ പറയാം അന്തസ്സും അഭിമാനം ഉള്ളവർക്ക് കണ്ടാൽ മതി. ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. ജനങ്ങളെല്ലാം പട്ടികളാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? അന്തസ്സും അഭിമാനം ഉള്ളവർ മാത്രം എന്റെ വീഡിയോ കണ്ടാൽ മതി എന്നാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നവർക്കും അതേ ക്വാളിറ്റി നിലവാരം വേണമെന്ന് കാണുന്ന വ്യക്തികളൊന്നും തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തീരാവുന്ന കാര്യമുള്ളായിരിക്കും ഈ പ്രഹസനമൊക്കെ. മതി. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഉള്ളൂ എനിക്ക്. അപ്പോൾ രേണുസുധിയെ വെച്ച് റീച്ച് ഉണ്ടാക്കണം എന്ന് കരുതുന്ന എല്ലാവരും ചെയ്യുന്നത് രേണുവിനെ വെച്ച് നെഗറ്റീവ് വീഡിയോ ഇടുകയാണ് ചെയ്യുന്നത്. അവന്മാരായാലും അവളുമാരായാലും അവർക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല ഈ വേറെ എന്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനേക്കാൾ ഹൈപ്പിൽ, അതിനേക്കാൾ സൂപ്പർ റീച്ച്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഈ സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ് എന്ന് പറയുന്നത്. രേണുസുധി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളിലെ ശരിയും തെറ്റും, അതാണ് ഇതിനകത്ത് വലിയ കോണ്ടന്റ്. അല്ലാതെ രേണുസുധിയുടെ മുഖം അങ്ങോട്ട് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കിടന്ന് 1 മില്യൺ ഒന്നും കിടന്ന് ഓടത്തില്ല. അതിന്റെ അർത്ഥവത്താവുന്ന കാര്യം എന്ന് വെച്ചാൽ രേണുസുധിയുടെ ഇടം വലം നിന്ന് തിരിഞ്ഞ് രേണുസുധിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊടുക്കുന്ന സജീനയുടെ വ്ളോഗും സജീനയുടെ വ്യൂസും സജീനയുടെ സബ്സ്ക്രൈബേഴ്സും സജീനയ്ക്ക് കിട്ടുന്ന വീഡിയോയുടെ റെക്കമെൻഡേഷൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം രേണുസുധി എന്ന് പറയുന്നത് അത്ര വലിയൊരു കോണ്ടന്റ് അല്ല എന്നുള്ളൊരു കാര്യം. അത് ആദ്യം നീ സമ്മതിച്ചിട്ട് വേണം ബാക്കിയുള്ളവർക്കെതിരെ വീഡിയോ ആയിട്ട് മുന്നോട്ട് വരാനായിട്ട്. അടുത്തത് 66, 1.7, 7.6, 2.1, 9.6, 7.7, 1.5. തമാശന്റെ കിട്ടി കിട്ടി. എടാ അത് നീ എന്നോടല്ല ചോദിക്കണ്ട. നീ കണ്ണാടി എടുത്ത് വെച്ചിട്ട് കണ്ണാടി മുമ്പിൽ ചെന്നിരുന്നുകൊണ്ട് പറയുക എത്ര ലക്ഷം കിട്ടി, എത്ര ലക്ഷം രൂപ എണ്ണി മേടിച്ചെന്ന്. കണ്ട പെണ്ണുങ്ങളെ വിറ്റ് തിന്ന കാശ്, അതായത് നെഗറ്റീവ് മാത്രം ഇട്ട് റീച്ച് കൂട്ടി വിറ്റ് തിന്ന കാശ് എത്ര കിട്ടിയാൽ നീ സ്വയം ചോദിക്കും. ഞാൻ സത്യസന്ധ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്കൊരു ഉണ്ടയും കിട്ടിയിട്ടില്ല. എനിക്ക് ഉണ്ട കിട്ടാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മോണിറ്റേഷൻ ഉണ്ടാക്കി എൻ്റെ വീട്ടിലെ പട്ടിണി മാറ്റണമെന്ന ഗതികേട് എനിക്കില്ല. മനസ്സിലായ? അങ്ങനെ റീച്ച് കൂട്ടാനാണെങ്കിൽ നിന്റെയൊക്കെ കൂടെ ഞാനങ്ങ് കൂടിയാ പോരെ. അങ്ങനെ കൂട്ടിയ കൂട്ടത്തൊന്നും ഇല്ല. കൂടാൻ ചിലർ ക്വാളിറ്റി വേണം. ആ ഒരു ക്വാളിറ്റി അവിടെ ഇല്ല. പിന്നെ എന്താ മോശനല്ല മോശ ഈശോ ഇതൊക്കെയാണോ പറയുന്നത്? പിന്നെ ആദ്യം ഹാസ്യ രൂപേണ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടിയെന്നുള്ളൊരു കാര്യം. എനിക്ക് കിട്ടിയോ കിട്ടാതിരിക്കും, അതും എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം. പക്ഷെ നിങ്ങളുടെ വീഡിയോ കാണുന്നത് നമുക്കറിയാം നിങ്ങൾക്ക് 1 ലക്ഷം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ എന്തിനു വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് കിടന്ന് കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അതിനകത്ത് അല്ലെങ്കിൽ ഒരു സത്യസന്ധത വേണം, അല്ലെങ്കിൽ അതിനകത്തൊരു നിലവാരം വേണം, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് കേൾക്കുന്ന ജനങ്ങൾക്ക് തോന്നണം. അങ്ങനെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആരും ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാതെയും പറയാതെ ഇതൊക്കെ കണ്ടുകൊണ്ട് ചിലപ്പോൾ സപ്പോർട്ടെങ്കിലും ചെയ്യാം. ഇത് അതുപോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ അടങ്ങി ചെയ്യും. മാത്രമല്ല വീഡിയോ ഇടുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.
റീച്ച് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച രേണുസുധിയുടെ നെഗറ്റീവ് മാത്രം ഞാൻ എടുത്തിട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. നീയൊക്കെ ഇടുന്ന വീഡിയോ തന്നെ ചൊരണ്ടി ഇന്ന പറഞ്ഞ് രേണുസുധിക്ക് നെഗറ്റീവായിട്ട് ഞാനങ്ങ് ഇട്ടാൽ നീയൊക്കെ ഇടുന്നതിനെ കാട്ടിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ മില്യൻ അടിച്ചങ്ങ് കയറും. പക്ഷേ എനിക്കത് വേണ്ട. റീച്ച് മാത്രമല്ല, പട്ടിണി കിടന്ന് ചാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അത് മനസ്സിലായ? പിന്നെ ഇനി കിട്ടുന്ന വ്യൂസും ഇതെന്താ അമ്പലത്തിൽ അന്നദാനം നടത്താൻ വേണ്ടിയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം രേണുസുധിയുടെ ഉള്ള നെഗറ്റിവിറ്റി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കൂടുതൽ കിട്ടുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ പുറത്തൂടെ വെള്ളയടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കില്ല. അടിക്കടിക്കും മാക്സിമം അടിക്കുക, എത്രത്തോളം കയറിപ്പോകുന്ന നോക്കാം, അത്രത്തോളം ഒന്ന് കയറിപ്പോട്ടെ. ഇനി നെഗറ്റീവ് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇനി നെഗറ്റീവ് അടിക്കാനുള്ള കാരണങ്ങൾ എന്ന രീതി കുറച്ച് ക്ലിപ്പുകൾ ഞാൻ കാണിക്കാം, എന്നിട്ട് ആ വോയിസ് ക്ലിപ്പ് കൂടെ കാണിച്ചാൽ നിങ്ങൾ എന്നിട്ട് തീരുമാനിക്കും. ഇത് ഒന്നാമത്തെ സാധനം. മീഡിയ വെച്ചോ മീഡിയക്കാരെ വെച്ചോ. അതായത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് മീഡിയ ഫോൺ വെച്ചോ, മീഡിയ ഫോൺ വെച്ചോ. അതായത് മറ്റേ സുധിച്ചേട്ടൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ അടുത്തൊരു ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. മീഡിയ വെച്ചോ, നിങ്ങൾ ഫോൺ അങ്ങ് വെക്കും, മീഡിയക്കാർ നിൽക്കുന്നു. ഓ, അപ്പോഴത്തേക്കിന് അതിനിടയിൽ എന്തുമായിരിക്കും ആ ഒരു ടോക്ക്, ആ ഒരു കോള് എന്നൊരു എക്സ്പെക്ടേഷൻ ജനങ്ങൾക്കിടയിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അതായത് വീണ്ടും ഒരു നെഗറ്റീവ് റീച്ച്, നെഗറ്റീവ് പബ്ലിസിറ്റി ഈ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ സംഭവങ്ങളാണ് പല വ്യക്തികളും വീണ്ടും വീഡിയോക്കകത്തേക്ക് കൊണ്ടുവന്ന് ഇവരിങ്ങനെയാണ് കാണിക്കുന്നത് പറയുന്നത്. ഒരെണ്ണം നമ്മൾ കാണിക്കാം. കട്ട് ചെയ്തു. മീഡിയ എമ്മെന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്തു. ഒരാള് ആരാന്ന് പറയാൻ പറ്റത്തില്ല. ഇന്റർനാഷണൽ കോളാണോ? ഇന്റർനാഷണൽ. ഓ, പിന്നെ കുന്നുകളൊക്കെ ഇപ്പൊ ഇന്റർനാഷണൽ ആയി കാണുമായിരിക്കില്ല, ചിലപ്പോൾ അങ്ങനെ ആയി കാണാം. ISD SSD PSD അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയായിരിക്കും. എന്റെ പൊന്നെ, കണ്ടല്ലോ നെഗറ്റീവ് റീച്ച്, ഓരോ സൈഡിൽ കൂടെ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാനായിട്ട് കാണിക്കുന്ന വീണ്ടും ഇത് ഓരോ ഫലിതങ്ങളായിട്ട് വേണമെങ്കിൽ ഈ കാണുന്ന സജീനയ്ക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റുമായിരിക്കും. ഇതെല്ലാം അങ്ങനെ തന്നെ കാണാൻ സാധിക്കുമായിരിക്കും. പോസിറ്റിവിറ്റി മാത്രം വാരി വിതർന്നേ. ഇതൊക്കെ കൊണ്ടാണ് ജനങ്ങൾ കൂടുതൽ ഇവരുടെ നെഗറ്റിവിറ്റി ആര് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന തെറ്റുകൾ ആര് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്ന് നോക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നോക്കാൻ പോകുമ്പോഴത്തേന് ആ സൈഡിൽ ചിലപ്പോൾ ക്രൗഡ് കൂടുതലായിരിക്കും. നിങ്ങളുടെ സൈഡിൽ ക്രൗഡ് കൂടുതലല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതും കാണാനായിട്ട് ഒരു പട്ടിയുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം അത് തിരുത്തി മുന്നിലേക്ക് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ജനസമ്മതിയും ജനങ്ങളുടെ സപ്പോർട്ടും വീണ്ടും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. പക്ഷെ ഈ ഒരു പോക്ക് കണ്ടിട്ട് അധികകാലം ഈ ഒരു പോക്ക് നല്ല രീതിയിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല സ്ഥലങ്ങളിലും പല മാറ്റങ്ങൾ ക്രിയേറ്റ് ആവുന്നതായിട്ട് എനിക്ക് എവിടെയൊക്കെയോ വീഡിയോയുടെ ചില ഭാഗങ്ങളിൽ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം ഈ രണ്ട് ഫോൺ വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അയ്യോ ക്യാമറ ഞാനങ്ങ് ഫോൺ ക്യാമറ. അപ്പൊ നമ്മളിങ്ങനെ അറിയുമല്ലോ. അപ്പൊ ഇതേ വാഗൊണ്ട് തന്നെയാണ് ഇത് അടുത്തതും പറയുന്നത്. സുധിച്ചേട്ടന് ഒരു ആത്മാവ് എപ്പോഴും രേണുവിന്റെ കൂടെ ഉണ്ട് അല്ലേ? ഞാൻ പറയും കറക്റ്റ് പറയണേ രേണു. പിന്നെ സുധിന്റെ ആത്മാവ് എന്നും നിന്റെ കൂടെ ഉണ്ടാവും. കാരണം നിന്നെ കുറിച്ച് 10 ദിവസം ഞങ്ങളോട് പറഞ്ഞത് അതായിരുന്നു. പക്ഷെ അവൻ ഇത് മരിക്കാൻ പോകുന്നതായിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞു പോലും ഞങ്ങൾക്കറിയാം. തലശ്ശേരിയിൽ വരുന്നതിന്റെ 2 ദിവസം മുന്നേ എന്നെ വിളിച്ചിരുന്നു, കണ്ണൂരിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് രേണു സുധി അറിഞ്ഞു കാണത്തില്ലായിരിക്കും. അപ്പം അതേ വാഗൊണ്ട് തന്നെയാണ് സുധിച്ചേട്ടൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. അതേ വാഗൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഫോൺ വെക്കി മീഡിയക്കാര് മീന്ന് കേട്ടാലേ വെക്കും, ശരിയാവത്തില്ല. അയ്യോ എന്നിട്ട് ഇതേ വാഗൊണ്ട് തന്നെയാണ് ആ സ്ഥലം തന്നിട്ടുള്ള പള്ളിയിലച്ഛനെ 2 വാക്ക് പറയുന്നത്. അതിപ്പോ ഒറ്റയ്ക്ക് മാത്രമല്ല, ചേച്ചിയെ കൊണ്ടുവരെ വിളിപ്പിച്ച് പറയാനും അതിൽ നിന്ന് എന്തെങ്കിലും കോൾ റെക്കോർഡിംഗ് കാര്യങ്ങൾ ചുരണ്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ഈ നമ്മുടെ ഈ കണ്ട സജീന കൊടുക്കുന്ന ഒരു ഭീഷണിയുണ്ട്. അതായത് പള്ളിയിലച്ഛനെതിരെ ഒരു ഭീഷണി, അതിനെതിരെ വ്യക്തമായ വോയിസ് പുറത്തു വിടണം. അത് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അതെന്തായാലും, പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ അങ്ങനെ ഒരു ഇത് ഇങ്ങോട്ട് ഇട്ട് തന്നത് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് ആർക്കും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ബ്ലോഗും വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. ഞാൻ ഷെഫിനത്തൊക്കെ വേണ്ടി തന്നെയാണ് ആ വോയിസ് ഇട്ടത്. ബിഷപ്പിൻ്റെ ഒരു ഓഡിയോ കയ്യിലിരിപ്പുണ്ടെന്ന്. കാരണം അവർ ഇത്രയും കിടന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവർക്ക് വേറൊരാൾ കൊടുക്കുന്ന വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് ആ വോയിസ് റെക്കോർഡിനകത്തുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല, ആ വോയിസിലില്ല. ഞാൻ തന്നെയല്ലേ ഇത് കടിച്ചു പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്ന് പറയുന്ന പോലെ ഞാൻ തന്നെയല്ലേ വോയിസിൻ്റെ കാര്യം ഇട്ടു. പക്ഷേ നിങ്ങൾക്ക് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കോ, ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് ചുമ്മാ വന്നിരുന്ന് വളവള എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ല. പറയേണ്ടുന്ന പോലെ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ തന്നെയാണ് സജീന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വോയിസ് റെക്കോർഡ് കേട്ട് ബിഷപ്പിനെ സഹതപിക്കുകയോ പരിതപിക്കുകയോ ആരും ചെയ്യണ്ട. പക്ഷേ ഞങ്ങൾക്ക് ഈ വോയിസ് കേട്ട എനിക്ക് നിങ്ങളോടൊക്കെയാണ് സഹതാപം, ഒരു അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ, ഒരുപാട് പേർക്ക് കോൺടാക്ട് കാണുമല്ലോ, ആ വോയിസ് അങ്ങ് ഇട്ട് തരാൻ പറ. വോയിസ് എന്തായാലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ആ വോയിസ് ഒന്ന് ഇട്ട് തരാൻ പറ. അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ കേട്ടത് കൊണ്ടാണ് പറഞ്ഞത്. ഞാനൊരു വ്ളോഗറാണ്. ഇപ്പോൾ രേണുസുധി അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രേണുസുധി അങ്ങ് വെളുപ്പിക്കുന്നു, രേണുസുധിയോ അങ്ങ് ചെയ്യുന്നിരിക്കുന്നു പറയുന്നു. ഈ രേണുവിൻ്റെ വൈകുന്ന എന്നെക്കുറിച്ചൊരു അവരവസ്ഥ കേട്ടാ
ഞാൻ അങ്ങനെ പ്രതികരിക്കും? ചേച്ചി ഇത്ര ഇതായിട്ട് പറയുന്നല്ലോ, ചേച്ചി കണ്ടതെന്തുവാ, ചേച്ചി കേട്ടതെന്തോ? ഭീഷണി മാത്രമേ ഉള്ളൂ. നേരത്തെ കണ്ടല്ലോ, ആന്റണി ഞാൻ ലവടക്ക ബാലയെ കളിക്കാൻ വന്നിട്ടുണ്ട്, നിനക്കറിയാമല്ലോ, എന്നിട്ട് നാക്കിട്ടു ഇതൊക്കെ പഴയ പരിപാടി, പണ്ടത്തെ. പുതിയ വല്ല ഐറ്റം കൊണ്ട് അതൊക്കെ പണ്ടത്തെ. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പഴയ നസീറിന്റെ സിനിമയിലൊക്കെ ഈ അഭിനയം ഉണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ അതൊക്കെ എടുത്ത് മാറ്റി, എന്നിട്ട് പുതിയ വല്ല കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത് കാണിക്കും, വല്ല പറയാനുണ്ടെങ്കിൽ അടുത്തേക്ക് പറ. അല്ലാതെ എന്റെ കയ്യിൽ അതുണ്ട്, എന്റെ കയ്യിൽ ഇതുണ്ട്, എന്റെ കയ്യിൽ കുരുവില്ലാത്ത മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതൊക്കെ കാണിക്കണം. അല്ലാതെ വന്നിട്ട് അതിന് ഭീഷണിപ്പെടുത്താനായിട്ട് മറ്റേ അധോലോകം ഒന്നുമില്ല, AK-47 തലയ്ക്ക് മുന്നിൽ വെച്ചിട്ട് അധോലോകം കാണിക്കാനായിട്ട്. എന്തായാലും ഈ ഒരു സംഭവം കുറച്ച് പബ്ലിസിറ്റിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിന് പള്ളിയിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ടായി. പുള്ളി മറ്റേ കുർബാനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്, പള്ളിയിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് പറയും, രേണുസുധിയുടെ ഒരു വോയിസ് അച്ഛൻ കേട്ടായിരുന്നോ എന്ന് ചോദിക്കും. നാണക്കേടല്ലേ ആൾക്കാരുമായിട്ട് കുർബാന കൂടാനായിട്ട് ഞായറാഴ്ച നിൽക്കുമ്പോഴത്തേന് അവിടുത്തെ രേണുസുധിയുടെ പേര് ഇങ്ങോട്ട് വിളിച്ചു പറയുമ്പോഴത്തേന് പള്ളിയിലൊക്കെ മറ്റേ കർത്താവെ കുരിശും കാര്യങ്ങളൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെ രേണുസുധി എന്നൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നിന്ന് ഒരുക്കത്തില്ലേ കോട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ അച്ഛൻ തന്നെ ക്ലിയർ ആയിട്ട് അച്ഛന്റെ ഒരു വോയിസ് അച്ഛന് പറയാനുള്ളത് എന്താണെന്ന് വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു തന്നു. ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളാണ്, മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിരുന്ന് എനിക്കെതിരെ ഇതുമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ രേണുസുധി കേസ് കൊടുത്തു, അല്ല രേണുസുധിക്ക് എതിരെ കേസ് കൊടുത്തു, അതും ഉണ്ട് ഇതിനകത്ത്. സജീന, അതും ഉണ്ട് ഇതിനകത്ത്. ഞാൻ വളരെ വിഷമത്തോടാണ് ഇപ്പോൾ ഈ വോയിസ് അയക്കുന്നത്. അതായത് ചില വ്ളോഗേഴ്സിൻ്റെ വ്ളോഗിനകത്ത് ഇപ്പം ഇങ്ങനെ ഒരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എൻ്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടെയോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഈ രേണുസുധിയുടെ മൊബൈലിൽ നിന്ന് എൻ്റെ സ്റ്റാഫിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയുണ്ടായി. ആ സമയത്ത് ഇവിടെ ചായ കുടിയുടെ സമയമാണ്, 4 മണി കഴിഞ്ഞ സമയമാണ്. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു, ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ എടുത്തത്. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അപ്പുറത്തു നിന്നാണ്. ശരി, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണുസുധിയുടെ ജ്യേഷ്ഠത്തെയാണ് എന്നോട് സംസാരിച്ചത്. എന്നോട് ചോദിച്ചു, തിരുമേനി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് തിരുമേനിക്ക് വിരോധമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വിരോധമില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ അതിൻ്റെ കാരണം? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്, വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല അവരൊരു വീഡിയോസ് ഇടുന്നത്. അവർ വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു, അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു, അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു. അവർ ഓരോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഉൾപ്പെടുന്ന യൂട്യൂബേഴ്സ് രേണുസുധിയുടെ നെഗറ്റിവിറ്റി തുറന്നിട്ടുള്ള പല കാര്യങ്ങൾ എടുത്ത് വീഡിയോ ചെയ്യുമ്പോഴത്തേന് ഓടിച്ചെന്ന് ഈ പള്ളിയിലച്ഛനോട് ചോദിക്കേണ്ട ആവശ്യം എന്തോ നിങ്ങൾക്ക്? പുള്ളി ഞങ്ങൾക്ക് മാസം ശമ്പളമൊന്നും തരുന്നില്ല, നിങ്ങൾ ഇത്ര വീഡിയോ ചെയ്യണം, നീ ഇന്ന് 10 വീഡിയോ ചെയ്യണം, നിനക്ക് ഇന്ന 10,000 രൂപ എന്ന് പറഞ്ഞ് ആരും എണ്ണി തരുന്നൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് നമ്മുടെ റെമ്യൂണറേഷൻ കിട്ടേണ്ട അടുത്തൊന്നും കിട്ടുന്നില്ല. അല്ലാതെ ഇവിടെ ആരും പറഞ്ഞിട്ടോ ആരും ചെയ്തിട്ടോ ആർക്ക് വേണ്ടിയിട്ടും ചെയ്യുന്നൊന്നുമല്ല. നമ്മുടെ കണ്ണിൽ കാണുന്നത് തെറ്റാണെന്നുണ്ട്, അല്ലെങ്കിൽ തെറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യും. അതിപ്പം വേറെ ആരും വന്ന് ഇവിടെ നമുക്ക് ഉപദേശിച്ച് തരേണ്ട കാര്യമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് അവരെ വിളിക്കേണ്ട കാര്യമില്ല. ആ അച്ഛനെ വിളിക്കുന്ന സമയം കൊണ്ട് അതിനെതിരെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തന്നെ വിളിച്ച് ഡയറക്റ്റ് ചോദിച്ചാൽ പോരെ. അപ്പൊ നിങ്ങൾക്ക് ഒരു വോയിസും കിട്ടും. അടുത്ത അതായത് ഒരുപാട് വ്യക്തികളുടെ വോയിസ് ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാമല്ലോ. തിങ്ക് യുവർ ബ്രെയിൻ. അത് കാണത്തില്ല, എന്തായാലും കുഴപ്പമില്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. ഓരോ ദിവസം ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു. ചില ദിവസം എൻ്റെ പേര് പരാമർശിക്കുന്നു. എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എൻ്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇവരുടെ വീഡിയോ ചെയ്ത് എന്റെ റിലേ പോയത് കേട്ടോ. യൂസ് യുവർ ബ്രെയിൻ എന്നായിരുന്നു. സോറി. ഇന്ന് വരെ ഒരു വ്ളോഗേഴ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്നോ. അങ്ങനത്തെ ഞാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരു വ്ളോഗർമാർക്ക് എഗനസ്റ്റായിട്ട് ഡബിൾ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ ജോലി വേറൊരു ജോലിയാണ്. ഞാനൊരു മിഷണറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത്. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് അല്ല, അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാ. അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛന്റെ സഭയുണ്ട്, അച്ഛന്റെ ആൾക്കാരുണ്ട്, അച്ഛനുണ്ട്, അത്രയും പോരെ. അല്ലാതെ അച്ഛൻ പിന്നെ വീട്ടിന്റെ അടുത്ത് അങ്ങനെ ഒരു അക്രമം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല. അച്ഛൻ അത്യാവശ്യമായിട്ട് ഉടനെ ഒരു സെക്യൂരിറ്റി അവിടെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്യൂരിറ്റി വെക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അതിലെ ഗൂർക്ക പോകുന്നെങ്കിൽ ഗൂർക്കയ്ക്ക് 100-500 അങ്ങനെ മാസം കൊടുത്താൽ മതി. ഗൂർക്ക രാത്രി 2 മണിക്ക് നിങ്ങളുടെ വീടിന് ചുറ്റും വന്ന് മൂത്രം ഒഴിച്ചിട്ട് പോകും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ട്. കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് എൻ്റെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട്. ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമന്റ് ഞാൻ എഴുതിയിട്ടില്ല. വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവർ ഒന്നിനെ പറ്റി മോശമാക്കുന്ന ഒരു കമന്റ്സ് ഞാൻ എവിടെയും ഞാൻ എഴുതിയില്ല. ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട്. അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ വ്ളോഗേഴ്സിന് എഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് വരെ രേണുസുധിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വ്ളോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ. എനിക്കതിന്റെ ആവശ്യം എന്താണ്? എനിക്കതിന് സമയമില്ല. കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല. എൻ്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലായിരിക്കും. ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യം എന്താണ്? അതുപോലെ അവരവിടെ താമസിക്കുന്നതിന് എനിക്കെന്താ വിരോധം? അവർക്ക് സർവ്വസാന്ദ്രമായി പണിതിരിക്കുന്ന വീട്ടിൽ അവരവിടെ താമസിക്കുന്നു, അവിടെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്നതിന് എനിക്കെന്താണ് വിരോധം? ഞാൻ അവരുമായിട്ട് യാതൊരു ശത്രുതയ്ക്കോ ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോയിട്ടുള്ള ആളല്ല. സോഷ്യൽ മീഡിയയിലുള്ള ഇതിപ്പോ വിരോധം എന്താണെന്നറിയോ? അച്ഛൻ സ്ഥലം കൊടുത്ത് അവിടെ ഒരു വീട് വെച്ച് അവരോടെ താമസിക്കുന്നു. അവരുടെ വീടിനടുത്ത് അച്ഛൻ താമസിക്കുന്ന അവർക്ക് വലിയൊരു വിരോധമാണ്. അച്ഛൻ പ്ലീസ് പറ്റുമെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുക. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്നത്. ദൈവത്തെ ഓർത്ത് മാറുക.
ഏതാനും ചില ആൾക്കാർ ഇതൊരു മാറ്ററാക്കി എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്നെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യണം. അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം എന്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗർ ഉണ്ട്. ആ ലേഡി വ്ളോഗർ എന്റെ ജീവിതത്തിൽ എന്നെ പറയാൻ വയ്യാത്ത വാക്കിൽ കഴിഞ്ഞിടയ്ക്ക് ഞാൻ അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. കോടതിയിൽ ഇപ്പോൾ കേസ് നിൽക്കുന്നുണ്ടാണ്. ഞാൻ അവർ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പിൽ പറയാത്തത്. കോടതി കേസ് നിൽക്കുകയാണ്. കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞുകൊണ്ട് അവർ പേര് പുറത്ത് പറയേണ്ടതുകൊണ്ട് ഞാൻ അവർ പേര് പറയുന്നില്ല. കോടതിയിൽ ഇപ്പോൾ അവർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു കാരണമില്ലാതാണ് ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ച് വെച്ച് എന്നെ മനപ്രയാസപ്പെടുത്തുന്നത്. ഞാൻ ഒരു വ്ളോഗർമാരോടും ഇന്ന വീഡിയോ ചെയ്യണം, ഇന്ന വീഡിയോ ചെയ്യരുത്, എനിക്കത് പറയേണ്ട ആവശ്യമുണ്ട്. സ്വന്തം ചാനലിലുള്ള വ്ളോഗേഴ്സ്, അവർക്ക് സ്വന്തമായിട്ട് ഓരോ പേജുകളുള്ളവർ, അത് വ്യക്തികളായിക്കോട്ടെ ഗ്രൂപ്പുകളായിക്കോട്ടെ, അവരോട് ഞാൻ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ അവർ മാറ്ററായിട്ട് അവർ വീഡിയോ ഇടുന്നു, അവർ വീഡിയോ ചെയ്യുന്നു. അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് കൈപ്പറ്റുന്നു. എനിക്ക് ഇതിനകത്തൊന്നും ഒരു വരുമാനമില്ല. ഞാൻ ആ കൂടെ ചെയ്തത് പിന്നെ നിരാലംബരായിട്ടുള്ള 2 കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് 24 ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ശ്രീകണ്ഠൻ നായരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് 7 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു. അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്ക് എന്റെ കുടുംബത്തിന് സമാധാനം കിട്ടുന്നില്ല. ഞങ്ങളെ മനപ്രയാസപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കയറിയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ്. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ഇതിനെല്ലാം കാരണം ഫ്ലവേഴ്സിലെ ശ്രീകണ്ഠൻ നായർ തന്നെ കേട്ടോ. പുള്ളിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവർ എവിടെയെങ്കിലും പോയിട്ട് വീട് താമസിച്ച് വെച്ച് പോയനോ ഇല്ലോ? അവിടെ കിടന്ന പള്ളിയിലച്ഛൻ ഇപ്പൊ കുർബാന ചൊല്ലണോ? അതോ രേണുസുതിയുടെ പേര് പറയണോ? രേണുസുതിക്ക് എതിരെ വരുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയണോ? അല്ലെങ്കിൽ രേണുസുതി പറയുന്ന തെറികൾ കേൾക്കണോ എന്നുള്ള തലയിലിരിക്കുക. മിക്കവാറും ഞായറാഴ്ച കുർബാന കയറിയിട്ട് രേണുസുതിക്ക് എതിരെയായിരിക്കും എന്തെങ്കിലും പറയാൻ പോകുന്നത്. ആ അവസ്ഥയിലേക്ക് പുള്ളി കുറക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ആക്കിയെടുത്ത് നല്ല രീതിയിൽ കൊണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്കെതിരെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും നന്മയും പുണ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന എനിക്ക് മനസ്സിലാവും, അടാ ശരിയാണല്ലോ ഇവർ എനിക്കെതിരെ പറഞ്ഞ കാര്യം, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. നിങ്ങളുടെ ഈ വീഡിയോ ഉണ്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആയിട്ട് കൊണ്ടുവന്നത്. അപ്പം അടുത്ത